സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്. സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെക്കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം? ഒന്നല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്നാണ്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറി, എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരോ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെയും പൈസ ഇട്ടലുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വല്ലതുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്കും പറയാനുള്ളത്, അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ സംഘടനയെ കാത്തു രക്ഷിക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പൂർണ്ണമായി ഇതൊരു ദീനിൻ്റെ സംഘടനയാണ്, ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുക. പല മഹല്ലത്തുകളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിത്തീരാം. അങ്ങനെ പലരും ചിലപ്പോൾ ഉണർത്താറുമുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം ആരെ എവിടുന്ന് പിരിച്ചുവിട്ടാലും ഒന്ന് പറയും, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പിരിച്ചുവിട്ടു. ആരെ വിട്ട് ഇപ്പം അങ്ങനെ എന്ത് കാരണത്തിന് പിരിച്ചുവിട്ടാലും പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കാരണം നല്ല പിരിച്ചുവിടാനുള്ള കാരണം വേറെ എന്തെങ്കിലും പിന്നെ ആളോട് ഈ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളായി. അപ്പോൾ അത് ശരിയല്ല. എന്തുണ്ടായാലും ഇവിടെ അങ്ങനെ ചില മഹല്ലുകളും ചില സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ എന്നോട് പലരും ചിലരൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. അവൻ്റെ ശൈലിയും തുടക്കമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് പറയാൻ പോണ സംഗതി ഇന്നതാണെന്നുള്ളത്. അവിടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി ഈ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം സമസ്തക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരത ജോലി എനിക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചില മഹല്ലുകളിലും ചില സ്ഥലങ്ങളിലൊന്നും ഇല്ല എന്നല്ല നമ്മൾ പറയണത്. പക്ഷേ ആ മഹല്ലത്തുകളൊക്കെ നമ്മൾ വളരെ സിയാസത്തോടുകൂടി വളരെ ഹിക്മത്തോടുകൂടി മഹല്ലുകളെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ ഉദ്ദേശിക്കേണ്ട ഒരു മഹല്ല് സംഗമം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു യഥാർത്ഥ മഹല്ല് സംഗമം നമുക്ക് ഒന്നിരിക്കൽ നമ്മളെ സമ്മേളനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമിപ്പിക്കപ്പെടണം. അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കേരള അടിസ്ഥാനത്തിലുള്ള എല്ലാ മഹല്ലുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ മഹല്ലുകളെയും 100ാം വാർഷികത്തിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എല്ലാ മഹല്ലുകളെയും ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടിട്ട് മഹല്ലുകൾക്ക് ആവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാം. യഥാർത്ഥത്തിൽ മഹല്ലുകളൊക്കെ സമസ്തൻ്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ് ഓരോ മഹല്ലുകളും. ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും.
കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായിക്കൊണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖതീബുമാരാവുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ചില്ലറക്കാരൊന്നുമല്ല. നമ്മൾ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. മഹാന്മാരാവുന്ന ഇമ്മത്ത് വിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾ സിദ്ദീഖീങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ സ്ഥലത്ത് ആരാണ് ഈ സിദ്ദീഖീങ്ങളെന്ന് വിശദീകരിച്ചു കൊണ്ടിട്ട് മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങളിൽ നിന്നുള്ള വലിയ വലിയ ആളുകൾ രേഖപ്പെടുത്തിയ ഒന്ന് രണ്ട് വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങളെ 3-4 വിഭാഗങ്ങളായി തിരിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ പറയേണ്ട തബഖത്തു റാബിയ, 4ാമത്തെ വിഭാഗം വറസത്തു റുസുൽ, മുർസലീങ്ങൾക്കുള്ളതായ വാരിഥീങ്ങളാവുന്ന ഉലമാ, വഖുലഫാഉഹും ഫീ ഉമമിഹിം, അംബിയാ മുർസലീങ്ങൾക്ക് അവരുടെ ഉമ്മത്തിൽ അംബിയാ മുർസലീങ്ങൾക്കുള്ള പ്രതിനിധികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ. വഹുമുൽ ഖായിമൂന ബിമാ ബുഇസൂ ബിഹി, ആരാണ് അവരെന്നറിയോ? അംബിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ആദർശം പ്രചരിപ്പിക്കപ്പെടാനാണോ നിയോഗിക്കപ്പെട്ടുള്ളത് ആ നിയോഗിക്കപ്പെട്ടതായ ആദർശത്തിൻ്റെ പ്രചരണവുമായി കൊണ്ട് നിന്നു പോരുന്ന ആളുകൾ. അത് എങ്ങനെയെങ്കിലും നിന്ന് പോകാൻ പോരാ. ഇൽമൻ, അമ്പിയാക്കളിൽ നിന്ന് ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്നതായ ആ ഇൽമ് അവരിലുണ്ടാവണം. അമലൻ, ഇൽമ് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ ഉപദേശം മാത്രം പോരാ. യഥാർത്ഥത്തിൽ ഒരു ഖതീബിൻ്റെ ഉപദേശമല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത്. ആ ഖതീബിൻ്റെ ജീവിതത്തിലുള്ളതായ പ്രവർത്തന രീതികളാണ്. നമുക്കറിയാം, പല സ്ഥലത്തും മുദരിസായിയൊക്കെ പോയാൽ ചിലപ്പോൾ ആ നാട്ടുകാർ പറയും അവിടുത്തെ ആദ്യത്തെ മുദരിസ് അല്ലെങ്കിൽ ആദ്യത്തെ ഖതീബൊക്കെ അയാൾ ഇങ്ങനെയൊന്ന് നിസ്കരിച്ചിട്ട് ഇരുന്നീണ്ടത്, പിന്നെ ഒന്നുണ്ടാക്കി പടിഞ്ഞാട്ടി നിന്ന് കൈയൊക്കെ പൊന്നിച്ച് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഖിബിലക്ക് തിരിച്ചുകൊണ്ട് മൂപ്പര് ദുആ ചെയ്തിരുന്നു. മൂപ്പര് വിത്തർ പോകുന്ന നിസ്കരിച്ചിരുന്നു. അങ്ങനെ ദുആകരിച്ചിരുന്നു. മൂപ്പരോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയാം. നിസ്കാരത്തിൽ മൂപ്പര് നിന്നത് ഇങ്ങനെയായിരുന്നു, 2 കാലിൻ്റെ ഇടയിൽ ഇത്ര ദൂരം ഉണ്ടായിരുന്നു. അപ്പം ജനങ്ങൾ നമ്മളെ ഇൽമിലേക്ക് മാത്രമല്ല നോക്കുന്നത്, ആ ഇൽമിനോട് അനുസരിച്ച് നിൽക്കുന്ന അമലുകളും നമ്മളുണ്ടാവണം. അതാണ് ഇൽമൻ വ അമലെന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന ഇൽമാവണം നമ്മൾ. അതെല്ലൂടെ ഒന്ന് ഇപ്പോഴേ എല്ലാം കൂടി കെട്ടി അതാകെ അടച്ചാണ്. ഒന്ന് കേൾക്കാൻ അങ്ങനെ ഉണ്ടാവും. അത് ആസീസിൻ്റെ പണിയാണ്. നമ്മൾ ഞങ്ങളാരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇൽമ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് ഇസ്തിഫാത്ത് ചെയ്യപ്പെട്ട അമ്പിയാക്കന്മാരെ ഇൽമാണെന്ന് പറയപ്പെടാൻ പറ്റുന്ന നിലക്കുള്ള ഇൽമ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ എപ്പോഴും പറയലുണ്ട്, നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണ്, ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവം ഉണ്ടാവലാണ്. അപ്പോൾ ആ ഇസ്തിഖാമത്തിനെ ആണ് അമ്പിയാക്കന്മാരിൽ നിന്ന് നമുക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ആ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ യഥാർത്ഥ ഇൽമ് നമ്മളിൽ ഉണ്ടാവും.
അല്ല നമ്മൾ ഖുർആൻ ഓതി ഹദീസ് പറഞ്ഞു അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടൊന്നും ആ ഇൽമിനിക്ക് അമ്പിയായിലേക്കുള്ള ഇത്തിസാലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ദർസ് നടത്തി, അതുകൊണ്ട് നമ്മളടുത്തുള്ള ഇൽമ് അത് അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്കൊക്കെ ചെന്നെത്തുന്ന ഇൽമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായി ആവശ്യമായ കാര്യങ്ങൾ നമ്മളിലുണ്ടാവും. അതാണ് ഇൽമം വ അമലൻ. പിന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അത് മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ അമലുകളാവണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവർത്തനങ്ങളാണ് അധികം സഹാബത്ത് ജീവിതത്തിൽ പകർത്തിയത്. അപ്പോൾ ഒരു ഖത്തീബ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ ഖത്തീബിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് പൂർണ്ണമായ ഒരു ഇസ്തിഖാമത്ത് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് അവർ നമ്മളെ വീക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ നമ്മളെ അമലുകൾ നോക്കിയിട്ടായിരിക്കും അവരെ അമലുകൾ അവർ ചെയ്യാം. അപ്പം അവരെ അമലുകൾ സഹിയാവാൻ പറ്റുന്നതായ നിലക്കുള്ള അമലുകൾ അവർ നമ്മളിൽ നിന്ന് അവർ നോക്കി മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട എല്ലാ സംഗതികളും ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. ചിലത് സുന്നത്താണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഫർളായ സംഗതികളും ഷർത്തൊക്കെ ഉണ്ടായ പോലെ അത് മതി. പക്ഷേ ചില സുന്നത്തായ സംഗതികളും അത് പ്രധാനമായി കൊണ്ട് പരിഗണിച്ച് ചെയ്യുന്നവരായിരിക്കും സാധാരണക്കാർ. അപ്പം ആ ഒരു ബോധം നമ്മളിലുണ്ടാവണം. വദഅവത്തൽ ഖൽഖ് ഇലല്ലാഹ് അലാ തരീഖതിഹിം. മറ്റൊന്ന്, ആ അമ്പിയാക്കന്മാർ ഏതൊരു സ്വഭാവമാണോ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ അവർ സ്വീകരിച്ച സ്വഭാവം, ആ സ്വഭാവം ഉദ്ഉ സബീല റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സ്വഭാവം നമ്മളിലുണ്ടാവും. മഹാനാവുന്ന ഹാറൂൻ റഷീദ് രാജാവിനോട് ഒരു പണ്ഡിതൻ വന്ന് ഒരിക്കൽ ഉപദേശിച്ചു. വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചു, ശകാരിച്ചു. രാജാവൊന്നും മുണ്ടിയില്ല. ഇയാളെ ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നേക്കാൾ ഖൈറായ ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ ശർറായ ആളിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞ വാക്കെന്താന്ന്, ഇദ്ഹബ ഇലാ ഫിർഔൻ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. വളരെ മനഃശാസ്ത്രപരമായിട്ട് ആകർഷിക്കപ്പെടുന്ന വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടിട്ട് അവനെ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ദഅവത്ത് ചെയ്യണം. കാരണം ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ ആളാണ്. ഉലൂഹിയത്തിനെ ദഅവ ചെയ്തവനാണ് അവൻ. അതാണ് എന്നേക്കാൾ മോശമായ ആളിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. നിന്നേക്കാൾ ഖൈറായ മഹാനാവുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് ഫിർഔനിനെ ദഅവത്ത് ചെയ്യാൻ ചെയ്യുന്നത്. അവൻ ഈ വന്ന ഉപദേഷ്ടാവിനേക്കാൾ വലിയ ആളല്ലേ. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. അത് മുമ്പ് മഹാന്മാരിൽപ്പെട്ടതായ ഒരു വലിയ മഹാൻ അവരുടെ റൂമിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ രാജാക്കന്മാരുമായി ബന്ധമുള്ള ചില ഭരണാധികാരികൾ ഈ മഹാനെ കാണാൻ വേണ്ടി അയാളുടെ റൂമിൽ വന്നപ്പോൾ അതിൻ്റെ അടുത്ത റൂമിൽ നിന്ന് ഒരു മോശമായ കളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഈ മഹാനോട് പറഞ്ഞു, അത് അവനൊരു ഹറാമായ ഒരു കളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ആ റൂമിൽ നിന്ന് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നിങ്ങൾക്കെന്താ അവൻ ഉപദേശിച്ചൂടെന്ന് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, ഞാൻ 10-50 കൊല്ലമായി ഇവിടെ താമസിക്കൽ തുടങ്ങിയിട്ട്. 50 കൊല്ലം ഞാനത് കേൾക്കുന്നുണ്ട്.
പക്ഷെ ഞാനത് കേൾക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അവരോട് ഉപദേശിച്ചാൽ ചിലപ്പോൾ ഇവിടുന്ന് റൂമ് മാറിപ്പോവും. റൂമ് മാറിപ്പോയാൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ തമ്മാടിത്തരായിരിക്കും അവൻ ചെയ്യണത്. അപ്പോൾ മഹാന്മാർ സ്വീകരിച്ചൊരു മാർഗമാണ് പറയുന്നത്. ഒരാളെ ഏറ്റവും അശ്രദ്ധമായ മോശമായ ഒന്നിലേക്ക് ഇതിലേക്ക് തള്ളിവിടാതെ നമ്മളെ സമീപനം നല്ലതാവുമ്പോൾ അത് കാരണമായിട്ട് അവൻ ചിലപ്പോൾ അവൻ്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഉപദേശം എപ്പോഴും ആവണം ദഅവത്തിൻ്റെ സ്വഭാവം അങ്ങനെ ദഅവത്തുൽ ഖൽഖ് ഇലല്ലാഹ് അലാ ത്വരീഖത്തിഹിം. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ നിയോഗിക്കപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഒന്ന് വിശുദ്ധമാവുന്ന ആ ഇൽമ്, ആ ഇൽമിൻ്റെ മുക്തത അനുസരിച്ചുള്ള അമല്, ജനങ്ങളെ വളരെയധികം നല്ല സിയാസയോടുകൂടി അവരെ പ്രയാസപ്പെടുത്താതെ, അവർ ഇപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളിനെ അവനെ അതിന് പിന്തിരിപ്പിക്കാനുള്ള ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വന്നിരായ ഞങ്ങൾ മൂന്നൂരുപ്പി കുഞ്ഞി മുസ്ലിയാർ മുമ്പ് അസറിൻ്റെ ശേഷമൊക്കെ ചിലപ്പോൾ അങ്ങാടി പോയി രാത്രിയാണ് ഇങ്ങനെ വരുമ്പോൾ അതാത് ഉസ്താദ് ഒരു ദിവസം ഒഴിവാക്കലില്ല. അപ്പോൾ അതാത് എല്ലിക്കൊണ്ടാണ് വരുന്നത് ദിവസം. അപ്പോൾ വരുമ്പോഴൊക്കെ മൂപ്പരെ കൂടെ നല്ലൊരു കള്ളുടിയാണ്ടാവും. ഒപ്പം ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ ഓൻ്റെ തോളിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വരും. അങ്ങനെ 2-3 ദിവസം ഇയാൾ ഉസ്താദിനൊപ്പം കൂടിയാൽ പിന്നെ അവൻ കള്ളുടി നിർത്തലുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളാണത്. അപ്പോൾ അത് നമ്മൾ ജനങ്ങളെ ദഅവത്ത് ചെയ്യുമ്പോൾ ആ ദഅവത്തിന് സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ സ്വീകരിച്ചതായ മാർഗമാണ്. ആ നിലക്ക് അവരെ തരീഖത്തനുസരിച്ച് അവരെ മിൻഹാജ് അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്വഭാവം വഹാദിഹി അഫ്ളലു മറാത്തിബിൽ ഖൽഖ് ബഅദ റിസാലത്തി വന്നുബുവ. ഈ പറയപ്പെട്ട ഈ മർത്തബയിലുള്ള ആളുകൾ, അതായത് സിദ്ദീഖീങ്ങൾ, അത് അഫ്ളലു മറാത്തിബിൽ ഖൽഖ് ബഅദ റിസാലത്തി വന്നുബുവ. റിസാലത്ത് നുബുവത്തിൻ്റെ ശേഷം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും അധികം ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ആ പദവിൻ്റെ ആളുകളാണ് അവർ. വഹിയ മർത്തബത്തു സിദ്ദീഖീൻ, അതാണ് സിദ്ദീഖീകൾക്കുള്ളതായ മർത്തബ. ഓക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി സിദ്ദീഖ് എന്നാണ് പറയുന്നത്. സിദ്ദീഖ് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു പേര് പറയാൻ പറ്റുന്നൊരു വസ്ഫ് ഉണ്ടെങ്കിൽ ആ വസ്ഫ് മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് നൽകുമായിരുന്നു. കാരണം അംബിയാവിൻ്റെ ശേഷം അഫ്ളലാവുന്ന മനുഷ്യൻ അത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് വിശ്വസിക്കണം എന്നല്ലേ. സുമ്മ ഉമർ എന്നാണ്, പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു, സുമ്മ ഉസ്മാൻ, സുമ്മ അലി എന്നാണ്. ആ പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ഉഹദ് മലയിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോൾ ഉഹദ് മല ഇളകാൻ തുടങ്ങി. അവിടെ ഇളകാൻ തുടങ്ങിയപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഉസ്ബുത്തിയ ഉഹദ്, ഉഹദ് അവിടെ അടങ്ങെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ? സിദ്ദീഖുൻ, മറ്റൊന്ന് സിദ്ദീഖ് എന്ന് പറയപ്പെടുന്ന ലോകത്ത് അമ്പിയാക്കന്മാർക്ക് ശേഷം എന്തെങ്കിലും ഒരു ബഹുമതി കൊണ്ട് വിളിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ബഹുമതി പേരാണ് സിദ്ദീഖ് എന്നുള്ളത്. പിന്നെയാണ് പറഞ്ഞത് ഷഹീദാനി, 2 ഷഹീദന്മാരുമാണുള്ളത്. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സിദ്ദീഖിൻ്റെ ശേഷം ഷഹീദിനെ പറഞ്ഞു. അപ്പം ശുഹദാവിൻ്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് സിദ്ദീഖീകൾക്കുള്ള മർത്തബ എന്നുള്ളത്. മറ്റൊന്ന് ഷഹീദാനി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇവരന്ന് ഷഹീദായിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇവർ കൊല ചെയ്യപ്പെടുന്ന എങ്ങനെ റസൂൽ മനസ്സിലാക്കി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയാമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ്. അബൂബക്കർ അലി സിദ്ദീഖ് പല റിവായത്തുകളുണ്ട്. പക്ഷേ സിദ്ദീഖ് റസൂലുള്ളാഹിയോട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഷഹീദാനി, 2 ഷഹീദന്മാരുമാണ്.
അപ്പം ശുഹദാഇന്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് ഈ പറയപ്പെട്ടതായ ഇൽമിൻ്റെ വാഹകർക്കുള്ളതായ ഈ മർത്തബ. അങ്ങനെ ആയതുകൊണ്ടുള്ള അമ്പിയാക്കന്മാരോട് അടുപ്പിച്ചുകൊണ്ടാണ് ഇവരെ സിദ്ദീഖീങ്ങളെ പറഞ്ഞത്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ. നബിമാരോട് അടുപ്പിച്ചുകൊണ്ട് സിദ്ദീഖീങ്ങളെ പറയാനുള്ള കാരണം. മാത്രമല്ല ഈ വിഭാഗത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലാ യസാലൂന അലൽ ഹഖ്, അവർ ഹക്കിൻ്റെ മേൽ തന്നെ ആയിക്കൊണ്ടിരിക്കും, അവർ ഹക്കിന്ന് ഒരിക്കലും പിന്മാറിപ്പോവില്ല. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവർ ചതിക്കാൻ വരുന്ന പലരും ഉണ്ടാവും, പല നിലക്കുള്ളതായ ഓഫറുകളും പറഞ്ഞുകൊണ്ട് അവരെ കൈവശപ്പെടുത്താൻ വേണ്ടി വരും, അതിനവർ വഴിപ്പെടും. വലാ മൻ ഖാലഫഹും, അവരോട് എതിർ നിൽക്കുന്ന ആളുകളുണ്ടാവും, അവർക്കൊന്നും അവരുടെ ആ വർണ്ണോ അല്ലെങ്കിൽ അവർക്കുള്ള ഹിദ്നാനൊന്നും ഇവർക്ക് ബാധിക്കില്ല, അതിനവർ വഴിപ്പെടാൻ സന്നദ്ധരുമല്ല. ശരിയായ ആദർശത്തുമ്പോൾ അവർ ഉറച്ചു നിൽക്കും. എത്താൻ പോവുക. അപ്പോൾ ഈ നിലക്ക് ഉറച്ചു നിൽക്കുന്നതായ സിദ്ദീഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ട ആ മർത്തബയിലാണ് നമ്മളൊക്കെ ഉണ്ടാവേണ്ടത്. കാരണം അതിനേക്കാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ മഹല്ലത്തുകളിലും ഇൽമിയായ നിലക്കും അമലിയായ നിലക്കും അതോടൊപ്പം ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക, വിശുദ്ധമാവുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം നമ്മളിലുണ്ടാവണം. അതോടൊപ്പം ഏറ്റവും വിശുദ്ധമാവുന്ന ഒരു സംഘടന, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാ എന്നുള്ളത്. അതിലേക്ക് പോരായ്മകൾ നോക്കി നടക്കണം പലരും ഉണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ പൂർണ്ണമായും ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഭൗതികമായ ഒരു താല്പര്യങ്ങളും അവർക്കില്ലായിരുന്നു. ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സംഘടന അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതൊരു സത്യമല്ലേ? മുൻഗാമികളാവുന്ന മഹാന്മാരെ ചരിത്രം വരക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഉള്ള മഹാന്മാരെ ചരിത്രം പരിശോധിച്ച് നോക്ക്. അവരൊക്കെ സത്യത്തിൻ്റെ മേലിൽ മാത്രം നിന്നു പോകുന്നവരാണ്. പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ആളുകൾ അതിനെ വിമർശിക്കുകയോ അതിനെ പരാജയപ്പെടുത്താനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത് അറിയിക്കണ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞവരാണ്. അങ്ങനത്തെ മഹാന്മാരാവുന്നതായ മശായിഖന്മാർ അവരാണ് നമ്മൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പം മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകളുടെ നന്മയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് ഈ ഇരിക്കുന്നതായ ഞങ്ങൾ ഖത്തീബന്മാർ. നിങ്ങൾക്ക് സമുദായം നൽകുന്നതായ ഒരു വില ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വലിയൊരു വിലയാണ് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. വലിയ ബഹുമാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടാൻ വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇൽഖാ ചെയ്തിട്ടുള്ളത്. ആ നിൽക്കാണ് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് നമ്മളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അപ്പം നമ്മൾ നൽകാൻ പറ്റുന്നതായ ആ നല്ല സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടാവണം. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ എന്നല്ലേ? ഒമൻ അതാഅല്ലാഹ അതാഅഹു കുല്ലു ശൈഇൻ. മഹാനാവുന്ന സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഹല്ലാജനെ എതിർത്തുകൊണ്ട് മൂപ്പർ പ്രസംഗിച്ചു. ഹല്ലാജനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹല്ലാജനല്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയാവുന്ന ഭരണാധികാരി. ചരിത്രകാരന്മാരെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? അവൻ്റെ നന്മകൾ തിന്മകളാവുന്നതായ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന അത്രമാത്രം തിന്മകൾ ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ ശകാരിച്ചു. ഒരു ഹജ്ജിൻ്റെ വേളയിൽ ആയുധമായിട്ട് ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പള്ളിയിൽ വരുമ്പോൾ മൂപ്പരെ കാലുമ്മൽ ഏതോ ഒരാളുടെ ആയുധം തറച്ചു. അത് കാരണമായി മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കാൽമ മുറി ചെയ്യുന്നു. അങ്ങനെ മൂപ്പര് വീട്ടിൽ വിശ്രമിക്കുകയാണ്, പള്ളിയിലേക്ക് വരാതെ. അപ്പം ഹജ്ജാജ് ചോദിച്ചു, എവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ? കാരണം വലിയ പണ്ഡിതനാണ്. അവരൊക്കെ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇവരെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. സഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട വലിയ പണ്ഡിതൻ മുജ്തഹിദാവുന്ന ഇമാമാണ്. അപ്പം ഹജ്ജാജ് ഇബ്നു യൂസുഫ് കാണാൻ വന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ മുറിയായി എന്ന് ചോദിച്ചു. അപ്പം മുറിയായി എന്നുള്ളതിന് മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നല്ലോ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നത്, ആരാണോ ഈ ആയുധം കൊണ്ടുവരാൻ പറഞ്ഞ ആൾ അവനാണ് എൻ്റെ കാൽമ മുറിയാക്കിയിട്ടുണ്ടെന്നാണ്. അതായത് നീയാണ് എൻ്റെ ഈ കാൽമ മുറിയാക്കിയിട്ടുള്ളത്. ആയുധം കൊണ്ടുവരാൻ പറ്റാത്ത സമയത്ത് ആയുധം കൊണ്ടുവരാൻ ആളുകളോട് കൽപ്പിക്കാം, എന്നിട്ട് ആരെ മുറിയാക്കിക്കുന്നു എനിക്ക് ചോദിക്കാം. അങ്ങനെ ശകാരിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഞങ്ങളെ ഹജ്ജാജിനെ. അപ്പം ഹജ്ജാജിനെ എതിർത്തുകൊണ്ട് സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ ഇഷ്യന്മാരെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഇഷ്യനാണ് സഈദ് ഇബ്നു ജുബൈർ. സഈദ് ഇബ്നു ജുബൈർ പ്രസംഗിച്ചപ്പോൾ ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈറിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അപ്പം സഈദ് ഇബ്നു ജുബൈർ എവിടെയുള്ളത് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പം അവർ പലരും തിരഞ്ഞു പോയി. പലർക്കും വലിയ ഓഫറുകളൊക്കെ ഹജ്ജാജ് പ്രഖ്യാപിച്ചു. മാത്രമല്ല ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ അവനെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഭാര്യ മുത്തല്ലഖത്തായിരിക്കും. അപ്പം ഈ വിഷയം വലിയ ഗൗരവത്തിൽ അവരെടുത്തു. നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാളെ ഭാര്യ തൊലാഖ് കൊല്ലപ്പെട്ടു, ഹജ്ജാജിൻ്റെ ഭാര്യ. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. എങ്ങനെയായാലും സഈദ് ഇബ്നു ജുബൈറിനെ പിടിച്ചുകൊണ്ടിരണം. അവർ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി നടന്ന് വനത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതനെ കണ്ടു. അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെ ആളെന്ന് ഞാൻ കേട്ടില്ല, പക്ഷേ കുറച്ചകണ്ടി വന്നാലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അന്വേഷിച്ച് നോക്കി. അങ്ങനെ ചെന്ന് അവിടുന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഈദ് ഇബ്നു ജുബൈറിനെ അവർ കണ്ടു. സഈദ് ഇബ്നു ജുബൈറിനോട് പറഞ്ഞു, ഹജ്ജാജ് പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ വേണമെന്നാണ്. മൂപ്പര് പോരാൻ തയ്യാറായി. മൂപ്പർക്കറിയാം മൂപ്പരെ കൊല ചെയ്യാനാണ് കൊണ്ടുപോകണമെന്നുള്ളത്. രാത്രി ഇട്ടായപ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ ഈ സത്രത്തിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ ക്രിസ്തീയ പുരോഹിതൻ അവരെ തടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ പോകരുത്, ഈ മരുഭൂമിയിൽ ഈ കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട്, നിങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ താമസിച്ചോളൂ. അപ്പോൾ എല്ലാവരും അയാളെ സത്രത്തിൽ താമസിക്കാൻ തയ്യാറായി. മഹാനാവുന്ന ഹജ്ജാജ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ താമസിക്കില്ല, ഞാൻ അവിടെ പുറത്ത് എടുക്കണം. അപ്പം ഇവർക്ക് തോന്നി ഇയാൾ ഒന്നിരിക്കലും ഓടിപ്പോവും, അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇയാളെ വന്ന് എന്താവും ഭക്ഷിക്കുമോ. അങ്ങനെ അവർ ഇയാളെ ഉള്ളിൽ കിടക്കാൻ ഇയാളെ സമ്മതിച്ചില്ല. അബ്ദുല്ലാഹി സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പുറത്ത് തന്നെ കിടന്നു. താബീയങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിലുള്ള സിംഹങ്ങളടക്കമുള്ള മൃഗങ്ങൾ വന്നിട്ട് സഈദ് ഇബ്നു ജുബൈർ തങ്ങൾക്ക് വലയം ചെയ്തു അവിടെ നിൽക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ പിന്നെ സംരക്ഷണത്തിനായി കൊണ്ടിട്ട്. അതാണ് മൻ അതാ അല്ലാഹ അതാഅഹു കുല്ലു ശൈ വമൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എല്ലാ വസ്തുക്കളും പേടിക്കും. അങ്ങനെ മൂപ്പര് നേരെ വെളുത്തപ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ കാണുന്നത് ഈ സംഭവമാണ്. ക്രിസ്തീയ പുരോഹിതൻ മാത്രമല്ല, അപ്പം പിടിച്ചോണ്ടാൻ വന്നാലും കാണുന്നത് ഇതാണ്. അപ്പം ക്രിസ്തീയ പുരോഹിതൻ അവിടുത്തെ എന്തായി മുസ്ലിമായി ഇത് കണ്ടിട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു ജുബൈർ തങ്ങൾക്ക് കാട്ടുമൃഗങ്ങൾ, കാട്ടിലുള്ളതായ വന്യമൃഗങ്ങൾ മൂപ്പർക്ക് കാവൽ നിന്ന ഈ രംഗം കണ്ടിട്ടു. നിങ്ങൾ ഏത് മതത്തിലാണുള്ളത്, ആ മതത്തിൽ പ്രവേശിക്കാനുള്ള ആ കരിമത്തുകളൊക്കെ ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു മഹാനാവുന്ന അബ്ദുല്ല സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ മുഖേന അവർ മുസ്ലിം. അപ്പം ഞാൻ എന്ത് പറഞ്ഞു കൊണ്ടിരുന്നു പറഞ്ഞാൽ, നമ്മൾ ശരിക്കും തഖ്വയുള്ളവരാവണം. നമ്മളെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കൊണ്ട് ശരീഅത്തിനോട് യോജിച്ചതായ പ്രവർത്തനങ്ങളാവണം. നമ്മളെ ഉളു അത് ജനങ്ങൾ നോക്കുന്നുണ്ട്, അത് കണ്ടിട്ടായിരിക്കും അവർ ഉളുണ്ടാക്കണം. നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾ നോക്കുന്നുണ്ട്, അത് കണ്ടിട്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ ആ പ്രവർത്തനം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ചിലപ്പോൾ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചില ആളുകളൊന്നും യാത്രയിൽ സുന്നത്തേനെ വേണ്ടെന്ന് വിചാരിച്ചാൽ കുറേ ആളുകൾ യാത്രയിൽ ഫർദ് ചുരുക്കി കഴിച്ചാന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് വേണ്ടെന്നല്ലല്ലോ ഇതിൻ്റെ അർത്ഥം. സുന്നത്ത് കേൾക്കേണ്ട സ്വഭാവം പറഞ്ഞില്ലേ. ഇപ്പോൾ ലോറു അസറുകൾ ജമാക്കി കഴിച്ചു, അത് മുന്തിച്ചാവട്ടെ വിന്ദിച്ചാവട്ടെ സുന്നത്ത് കേൾക്കണം. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഇത് യാത്രയിൽ സുന്നത്ത് വേണ്ടെന്നുള്ള ഒരു വിശ്വാസക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആരെന്നാളൊരു മൊയ്യൻ പറഞ്ഞു, പിന്നെ മൈവ് എങ്ങനെ കസറാക്കാന്ന് ചോദിച്ചു. രണ്ടോ ഒന്നോ ആക്കലാന്ന്. മൈവിന് കസറാക്കണം, മരുവിനും കസറാക്കണ്ട. അപ്പോൾ അത് ഒന്നാക്കണം, ഇനി രണ്ടാക്കണം. മറ്റേ 4 എന്നുള്ളത് 2 ആക്കുകളുണ്ട്. അപ്പം 3 എന്നുള്ളത് 2 ആക്കാൻ വേണ്ടി അതിനെ ഒന്നാക്കിയാൽ മതിയോന്ന്. അപ്പം ഈ നിലക്കുള്ളതായ അപ്പോൾ നമുക്ക് ഇപ്പം ഹുതുബ, ആ ഹുതുബനെ പറ്റി ശരിക്കുള്ളൊരു വിവരം നമുക്ക് ഉണ്ടാവണം. ഹുതുബൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാനൊരു പള്ളിയിലേക്ക് ഹുതുബ കയറിയപ്പോൾ ഖത്തീബ് ഫൈന ബീസദ്ദാരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അറിയുന്ന ആളെന്നെ ഖത്തീബ്. ഞാൻ ആദ്യം മൂപ്പേരിനെ കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചാൽ പറഞ്ഞു വിചാരിച്ച് ഞാൻ ഒരു ഭാഗത്ത് ഒളിഞ്ഞതാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ ചോറ് കഴിച്ചാനൊക്കെ സൽക്കരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കഴിക്കാതെ നിൽക്കണം, ഞാൻ പോകണം. എന്തിപ്പോൾ ബീസദ്ദാരി എന്ന് പറഞ്ഞു വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ ചെറു ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ചെറുതിന് പഠിച്ചിട്ടാണ് പണ്ട് ചെറുതിൻ്റെ അറഫുകൾ 19 എന്നൊക്കെ, അതിൻ്റെ ആദ്യത്തത് എന്നൊക്കെ എനിക്കതിങ്ങനെ ശ്രദ്ധയ്ക്ക് വന്നില്ല. എന്നാൽ നിങ്ങൾക്കത് അപ്പം മൂപ്പരും തല അങ്ങനെ ആട്ടി. മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണെന്നാണ് മൂപ്പരും വിചാരിച്ചത്. പിന്നെ നമ്മൾ ശിഷ്യനല്ലെങ്കിൽ ശിഷ്യനെ പോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ റൂമിൽ കൊണ്ട് ഈ തലക്കൊന്ന് കൊടുത്താട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ റൂമിൽ വിളിച്ചു സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ ഹുത്തുബയിൽ ഇറാബുകളൊക്കെ തെറ്റിപ്പോവുക, അതൊക്കെ ജനങ്ങൾ അറിയുന്ന ആളുകളും സദസ്സിലുണ്ടാവുമല്ലോ, പരിഹസിക്കപ്പെടും. പിന്നെ ചില ആളുകൾ വൈകാലത്തുള്ള പള്ളികളൊക്കെ ആവുമ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം സൂറകൾ ഓതുന്നതും. അപ്പം ഞാൻ തന്നെ നാളെ നിസ്കരിച്ചാൻ കഴിയപ്പോൾ അയാൾ പിന്നെ അൽബക്കറ ഓതാത്തിയപ്പോഴാണ് ഭാഗ്യം സുബൈക്കുന്നു. എന്നാലും കുറച്ച് എനിക്കാണെങ്കിൽ വേഗം എത്തേണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ അതിൽ കുടുങ്ങിയെന്ന് പറയാം, മനസ്സിലായില്ല. കീഴ് വരെ നമ്മൾ ഇരിക്കണ്ട. പിന്നെ ദ്വായഞ്ഞാട് എണിച്ചു പോകാനും പറ്റൂല. കേട്ടോ, തങ്ങൾ ദ്വായഞ്ഞാട് എണിച്ചു പോയി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉള്ളതൊക്കെ സഹിച്ച് അവിടെ ഇരിക്കാതെ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഒരു ഇഖ്തിസാദ്, ഒരു മിതത്വം നമ്മളെ പ്രവൃത്തികളിലൊക്കെ ഉണ്ടാവണം. നമ്മളെ ദുആഇ അതുപോലെ തന്നെ നമുക്ക് വേറെയുള്ള സെമീനിൽ നോക്കി പഠിച്ചതെല്ലാം കൂടി ദ്വാരക്കല്ല വേണ്ടത്, ആവശ്യമുള്ളതൊക്കെ ദ്വാരക്കാം. അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ ശ്രദ്ധിച്ച് നമ്മളൊക്കെ കുട്ടികളോടൊക്കെ എപ്പോഴും ഉപദേശിക്കുന്നതിനാണ് ഈ സംഗതി. പക്ഷെ ഉപദേശിച്ചിട്ട് കാര്യമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ഉപദേശത്തിലേക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ഓരോരുത്തരും മനസ്സിലാക്കിയതായിരിക്കും ചെയ്യുക. അപ്പം എന്തോ ആവട്ടെ, എങ്ങനെയായിരുന്നാലും നമ്മൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആദർശം അത് വലുത് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മഹല്ലത്തുകളിലൊക്കെ ആ ആദർശം പ്രചരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങൾ ആരും തന്നെ ഭാഗമാകരുത്. അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ വേണ്ടതുപോലെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങൾ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയുടെ അത് അംഗീകരിച്ചു. ഇപ്പം നിങ്ങൾ ആലിമ്യങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനൻ്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തൻ്റെ നേരെ ഡയറക്റ്റ്. അപ്പം അന്നൽക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സമസ്തയുടെ ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉസ്താദന്മാരൊക്കെ ആ ബഹുമാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അന്നൽക്കുള്ളൊരു ബഹുമാനമുണ്ട്. ആ നിലക്ക് ബഹുമാനിക്കണമെന്ന് ജനങ്ങളോടൊക്കെ എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ.
അപ്പം തിരിച്ച് ഇങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ആ നിലക്കുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്. സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെക്കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം? ഒന്നുമല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്ന്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ല, എങ്ങനെ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരാ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെയും പൈസ ഇട്ടുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ട് പറഞ്ഞു. അപ്പോൾ ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വല്ലതുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്കും പറയാനുള്ളത്, അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ സംഘടനയെ കാത്തു രക്ഷിക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പൂർണ്ണമായി ഇതൊരു ദീനിൻ്റെ സംഘടനയാണ്, ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുക. സംഘടനയുടെ 100-ാം വാർഷികം അത് സംഭവമാക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹല്ലത്തുകളും അതിൻ്റെ സന്ദേശം അറിയിക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ അറിയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലക്ക് ആ സന്ദേശമൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ഈ സംഘടന എല്ലാ നിലക്കും വളർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമിയത്തുൽ ഖുതബാഇൻ്റെ ഈ പ്രവർത്തനത്തിൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവിധ ഷറുകളിൽ നിന്നും ശത്രുക്കളുടെ ഷറുകളിൽ നിന്ന് ആശയങ്ങൾ വായ്മീങ്ങൾ മുസ്ലിങ്ങൾ എല്ലാ ഷറും അല്ലാഹു സംഘടനയും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സാധാത്തുക്കളെയും നമ്മുടെ വാഹിനി എല്ലാവരും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ പ്രവർത്തകരെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.